അനുദിന വിശുദ്ധർ ഓഗസ്റ്റ് 23 ലീമായിലെ വിശുദ്ധ റോസ. അമേരിക്കയിൽ നിന്ന് ആദ്യമായി വിശുദ്ധ എന്ന് നാമകരണം ചെയ്ത റോസ പെറുവിന്റെ തലസ്ഥാനമായ ലീമായിൽ ജനിച്ചു. ജ്ഞാനസ്നാന നാമം ഇസബെൽ എന്നായിരുന്നുവെങ്കിലും അവളുടെ സൗന്ദര്യം കണ്ടിട്ട് എല്ലാവരും റോസ എന്ന് വിളിച്ചു. ആഴ്ചയിൽ 3 പ്രാവശ്യം റൊട്ടിയും വെള്ളവും മാത്രം കഴിച്ചു ഉപവസിച്ചിരുന്നു. അരയിൽ ഒരു ഇരുമ്പ് ചങ്ങലയും തലമുടിയുടെ ഇടയിൽ ഒരു മുൾക്കിരീടവും അവൾ ധരിച്ചിരുന്നു. തന്റെ സൗന്ദര്യത്തെപ്പറ്റി പലരും സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൾക്ക് ഭയം തോന്നി. ഒരിക്കൽ ഒരു യുവാവ് തന്റെ കരങ്ങളുടെ മൃദുലതയെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവൾ ഓടിപ്പോയി ഇരു കരങ്ങളും ചൂടുള്ള കുമ്മായത്തിൽ താഴ്ത്തി. സ്വന്തം പരീക്ഷകൾ ജയിക്കാനല്ല, അപരർക്ക് പരീക്ഷകൾ ഉണ്ടാകാതിരിക്കാനാണ് അവൾ ശ്രമിച്ചത്. സിയന്നയിലെ വിശുദ്ധ കത്രീനയായിരുന്നു അവളുടെ മാതൃക. മാതാപിതാക്കളുടെ സമ്പത്ത് ക്ഷയിച്ച് തുടങ്ങിയപ്പോൾ റോസ അടുത്ത വീടുകളിലെ തുന്നൽ ജോലികളും തോട്ടം ജോലികളും ചെയ്ത് കുടുംബ ചിലവ് കണ്ടെത്തിയിരുന്നു. റോസ ഡൊമിനിക്കൻ 3-ാം സഭയിൽ ചേർന്നു. ദീർഘമായ രോഗത്തിലും സഹനത്തിലും വിശുദ്ധ റോസിന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: കർത്താവേ, എന്റെ സഹനങ്ങൾ വർദ്ധിപ്പിക്കുക, അതോടൊപ്പം എന്റെ സഹനശക്തിയും വർദ്ധിപ്പിക്കുക. 1617 ഓഗസ്റ്റ് 23-ാം തീയതി 31-ാം വയസ്സിൽ ഈ പുഷ്പം വാടി വീണു. 1671 10-ാം ക്ലെമന്റ് മാർപ്പാപ്പ അവളെ വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തി.